لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: تعوذوا بالله من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. മുത്തഫഖ് അലൈഹി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ ദിക്റുകളുടെയും ദുആകളുടെയും ശ്രേഷ്ഠതകളും അതുപോലെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിർവഹിക്കേണ്ടുന്ന ദിക്റുകളുമൊക്കെ വിശദീകരിക്കുന്ന അധ്യായത്തിലാണ് നാം ഉള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി: തഅവ്വദൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിക്കുവീൻ, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടുവീൻ. തഅവ്വദ എന്ന് പറഞ്ഞാൽ അഭയം തേടി, കാവൽ തേടി എന്നൊക്കെയാണ് അർത്ഥം. ബില്ലാഹി, അല്ലാഹുവിനോട് നിങ്ങൾ അഭയം ചോദിക്കുവീൻ, കാവൽ തേടുവീൻ. മിൻ ജഹദിൽ ബലായി, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്. ജഹദിൽ ബലാ, കടുത്ത പരീക്ഷണം. ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ, അതല്ലെങ്കിൽ ആ നിലക്ക് ഏതെല്ലാം നിലക്ക് മനുഷ്യന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന ആപത്തുകളുണ്ടോ അതെല്ലാം കടുത്ത നിലക്കുള്ള അതിൻ്റെ തീക്ഷണമായ ഒരവസ്ഥ വരാതെ നീ ഞങ്ങളെ കാക്കണേ. അതാണ് മിൻ ജഹദിൽ ബലാ. ഓരോന്നും നമുക്ക് വിശദീകരിക്കുമ്പോൾ അവയുടെ അർത്ഥവ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വദറക്കി ശഖാഇ, രണ്ടാമത് അവിടുന്ന് തേടിയത് വദറക്കി ശഖാ. ദറക്ക് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ പ്രാപിക്കുക. എന്തിനെ? അശ്ശഖാഇ. ശഖാ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യം എന്നാണ്, ഭാഗ്യക്കേട്. അതിന് നേരെ ഓപ്പോസിറ്റ് സആദത്താണ്, സൗഭാഗ്യം. ശഖാ എന്ന് പറയുമ്പോൾ ദൗർഭാഗ്യമാണ്. അപ്പം ദൗർഭാഗ്യം എത്തുന്ന, ദൗർഭാഗ്യം പിടികൂടുക എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടുവീൻ. വസൂഇൽ ഖദാഇ, സൂഉൽ ഖദാഇൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുവീൻ. എന്താണ് സൂഉൽ ഖദാ? വിധിയുടെ തിന്മകൾ. ഖദാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിധി. ആ വിധിയിലുണ്ടാകുന്ന നമുക്ക് പ്രതികൂലമായി വരുന്ന കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പ്രയാസകരമായിരിക്കുമല്ലോ. അങ്ങനെ വിധിയിലുണ്ടാകുന്ന ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, തിന്മകളുണ്ടോ,
അതിൽ നിന്നെല്ലാം കാവൽ ചോദിക്കുവീൻ. വ ശമാത്തത്തിൽ അഅദാഇ, നാലാമത്തത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വ ശമാത്തത്തിൽ അഅദാഇ, ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്നും, ശത്രുക്കൾ സന്തോഷിക്കുക നമ്മുടെ കാര്യത്തിൽ, അതിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവീൻ. ഇതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കണം. ജഹ്ദുൽ ബലാ, ദറകുശ് ശഖാ, സൂഉൽ ഖളാ, ശമാത്തത്തുൽ അഅദാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കിൽ മാത്രമല്ല, അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് മറ്റു റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഅ വദറകിശ് ശഖാഅ വസൂഇൽ ഖദാഅ വശമാത്തത്തിൽ അഅദാഅ. അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നുമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കാവൽ ചോദിക്കാൻ വേണ്ടി പറയുന്നത്. ഇതിൽ പറയുന്ന 4 നമുക്ക് അസഹ്യമാണ്, വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ രക്ഷ തേടേണ്ടത്, കാവൽ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണല്ലോ. മറ്റൊരാളോടും നമുക്ക് രക്ഷ തേടാനോ അഭയം തേടി ചെല്ലാനോ ഇല്ല. അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടുവീൻ എന്നവിടുന്ന് ഈ ഹദീസിലൂടെ പറയാണ്. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അഭയം ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. എന്തില്ലെന്നെല്ലാം? മിൻ ജഹ്ദിൽ ബലാഅ വദറകിശ് ശഖാഅ വസൂഇൽ ഖദാഅ വശമാത്തത്തിൽ അഅദാഅ. 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4ഉം നമ്മൾ വ്യക്തമായി അറിയണം. ഒന്ന്, ജഹ്ദുൽ ബല, മിൻ ജഹ്ദിൽ ബലാഇ എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഅ. ബലാ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രയോഗത്തിലുള്ളതാണ്. ബലാകൾ, മുസീബത്തുകൾ, ആഫത്തുകൾ, ഇതൊക്കെ നമ്മൾ അറബി പ്രയോഗങ്ങളാണെങ്കിലും മലയാളത്തിൽ ധാരാളമായി നമ്മൾ പറയുന്നതാണ്. ബലാ, മുസീബത്ത്, ആപത്ത്, ഇതൊക്കെ ആഫത്ത് അറബിയിലുള്ളതാണ്. ബലാ എന്നൊക്കെ പരീക്ഷണങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ആ നിലക്കുള്ള നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന പല കാര്യങ്ങളും അതിൽ സംഭവിക്കും. 2 നിലക്കുണ്ടാകും പരീക്ഷണങ്ങൾ നമുക്ക് ബാധിക്കുന്നത്. ഒന്ന്, ശാരീരികമായി ബാധിക്കുന്ന ബലാഗുകളുണ്ട്. ഏതുപോലെ? രോഗം ബാധിക്കുക, നമുക്ക് താങ്ങാനാവാത്ത നിലക്ക് നമ്മൾ രോഗിയായി മാറുക. ശാരീരികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ബലാ ആണത്, ഒരു പരീക്ഷണമാണത്, ഒരു മുസീബത്താണത്. അവയവങ്ങളിൽ വേദനകൾ ഉണ്ടാവുക, വയറ്, അതുപോലെ തന്നെ നമ്മുടെ നെഞ്ച്, തല, പെരടി, ശരീരത്തിൻ്റെ ഏതു ഭാഗങ്ങളിലൂടെയും ഈ വിധത്തിലുള്ള ബലാഗുകൾ ഉണ്ടാവാം. ഇന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലാത്തത്ര നമ്മളെല്ലാം ഭീതിയിൽ കഴിയുന്നൊരു കാലത്താണുള്ളത്. ലോകം മുഴുവൻ അങ്ങനെയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളെ ഭയപ്പെടാത്തവർ ആരാണ് ഉണ്ടാവുക? മനുഷ്യന് ഏറ്റവും വലിയ നിഅമത്ത് അവൻ്റെ ആരോഗ്യമാണ്. ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് വല്ലാത്തൊരു സന്തോഷം. ആ ആരോഗ്യത്തിന് ഭംഗം വരുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ അടിമുതൽ മുടി വരെ എവിടെയാണ് അവൻ അസുഖം ബാധിക്കുന്നത്, അതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ബലാവുകളാണ്. ആ ബലാവുകൾ സ്വാഭാവികമാണ്. എന്നാൽ അത്തരത്തിലുള്ള ബലാവുകൾ അത് കടുത്ത വിധത്തിലാകുമ്പോഴോ മനുഷ്യർക്കത് താങ്ങാൻ കഴിയാതെയായി വരും. ആ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരരുതേ. ഏതെല്ലാം വിധത്തിലുള്ള കാര്യങ്ങളുണ്ടോ റബ്ബേ, അത്തരത്തിലുള്ളതൊന്നും സംഭവിക്കരുതേ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഇത്രത്തോളം മനുഷ്യര് ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ, ചില ബലാഹുകൾ, മുസീബത്തുകൾ അവനെ പിടികൂടുമ്പോൾ അവൻ ആഗ്രഹിച്ചു പോകും, ഇനി എനിക്ക് ജീവിക്കണ്ട,
മരിച്ചാൽ മതിയായിരുന്നു എന്നവരെ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഫിത്നകളിലും മുസീബത്തുകളിലുമൊക്കെ മനുഷ്യന്മാരകപ്പെടാറുണ്ട്. ചികിത്സയില്ലാത്ത രോഗങ്ങൾ, ചികിത്സിച്ചിട്ടും ഫലം കാണാത്ത അവസ്ഥകൾ, താങ്ങാനാവാത്ത വിധത്തിലുള്ള ഒരുപാട് സംഖ്യകൾ ചെലവഴിച്ചുവെങ്കിലും മനുഷ്യനാകെ തളർന്നു പോകുന്ന അവസ്ഥ, ഇതൊക്കെ എല്ലാവരിലും ബാധിക്കുന്ന വിഷയങ്ങളാണ്. റബ്ബേ, അങ്ങനെ താങ്ങാനാവാത്തത് തരരുതേ എന്ന്. മനുഷ്യർ അതേപോലെ തന്നെ അവന് ബാധിക്കുന്ന രോഗത്തിന് പുറമെ ബാധിക്കുന്ന മറ്റൊരു ബല ആണ് കടക്കണിയിൽ ചെന്ന് വീഴുക എന്നുള്ളത്. ഒരിക്കലും അവന് വീട്ടാൻ കഴിയാത്തത്ര വലിയ രൂപത്തിലുള്ള കടബാധ്യതയിൽ ഒരാൾ ചെന്ന് ചേരുക, അതൊരു വല്ലാത്ത ബല ആണല്ലോ, ഒരു മുസീബത്താണത്. മനുഷ്യന് ബാധിക്കുന്ന ഒരു കാര്യമാണത്. പുറത്തിറങ്ങാൻ കഴിയൂല, ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിയൂല, ഒരുപാട് കളവുകൾ പറയേണ്ടി വരും, പറഞ്ഞ വാക്കുകൾ പാലിക്കാനാവില്ല, വാക്കുകൾ പറഞ്ഞത് വീണ്ടും വീണ്ടും മാറ്റി പറയുന്ന അവസ്ഥ വരും. ഇതൊക്കെ കടബാധ്യതകൾ കുമിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. അള്ളാഹുവേ, ആ വിധത്തിലുള്ള ബലാഹുകളും വരരുതേ. അതും ഈ ജഹ്ദുൽ ബലായിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മനുഷ്യരുടെ മനസ്സിൽ സങ്കടം നിറക്കുന്ന, ദുഃഖം നിറക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന വാർത്തകൾ, അസഹ്യമായ നിലക്കുള്ള വാർത്തകൾ, ഒരിക്കലും അവന് താങ്ങാനാവാത്തൊരു വാർത്തയാണ് അവൻ കേട്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ റബ്ബേ, അങ്ങനെ കേൾക്കാനുള്ള ഒരു ഇട വരരുത് റബ്ബേ എന്ന ആശയം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ ചില മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണാം, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖില്ലത്തുൽ മാലി മഅ കസറത്തിൽ ഇയാലി. ധനം ഇല്ല, സാമ്പത്തികമായി വളരെ ഞെരുക്കം, അതോടൊപ്പം കുടുംബങ്ങളാണെങ്കിൽ തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണെങ്കിൽ ഒട്ടേറെയുണ്ട് താനും. താൻ ചെലവിന് കൊടുക്കേണ്ടുന്ന, തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ അവരെയൊന്നും പോറ്റാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ തൻ്റെ കയ്യിൽ പണമില്ലാതെ വരുന്ന വല്ലാത്തൊരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഈ ജഹ്ദുൽ ബലായിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് വരണം. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് സ്വന്തത്തോടും എൻ്റെ ശ്രോതാക്കളോടും, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സറിയണം. മനസ്സറിയുന്നത്, നമ്മുടെ കണ്ണുകൾ നിറയുന്നത്, നമ്മെ അത് വല്ലാതെ സ്വാധീനിക്കുന്നത് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു ചോദിക്കുമ്പോഴാണ്. ആശയങ്ങൾ കൃത്യമായി മനസ്സിൽ രൂഢമൂലമാക്കി റബ്ബിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ ബലാഗുകൾ നമുക്ക് ബദനിയായിട്ട്, ജിസ്മിയായിട്ട് അഥവാ ശാരീരികമായിട്ടുണ്ടാകുന്ന പരീക്ഷണങ്ങളാണിപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഇനി അതിൻ്റെ പുറമെ മറ്റു നിലക്കുള്ള പരീക്ഷണങ്ങളും നമ്മെ പിടികൂടും. പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾ നമ്മെ അപമാനിക്കുക, പരസ്യമായി ആളുകളുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കുക, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പറഞ്ഞു നടക്കുക, അതും ഒരു കടുത്ത പരീക്ഷണമാണല്ലോ. ആ വിധത്തിലുള്ള ബലാഗുകളും ഉണ്ടാവരുത് റബ്ബേ. ഇതൊക്കെ, ഈ ആശയങ്ങളൊക്കെ എല്ലാ അർത്ഥത്തിലും അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് നമ്മൾ കടുത്ത പരീക്ഷണങ്ങൾ എന്ന് അർത്ഥം പറയാവുന്നൊരു പദമാണ് ജഹ്ദുൽ ബലാ. അത് ശാരീരികമായും മാനസികമായും ഒക്കെ ഉണ്ടാകും. റബ്ബേ, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാ. അതാണ് കടുത്ത പരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങളുടെ കടുപ്പം. പരീക്ഷണങ്ങൾ ഉണ്ടാവും റബ്ബേ, താങ്ങാനാവാത്തത് തരരുതേ. നമ്മളെ പ്രാർത്ഥനയല്ലേ അത്. സൂറത്ത് അൽ ബഖറയുടെ അവസാന ഭാഗത്തില്ലേ, നമ്മൾ രാത്രികളിൽ തോറും ആ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അത് പാരായണം ചെയ്യുന്നവർക്ക് അത് മതി എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. അതിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. റബ്ബേ, വലാ തുഹമ്മിൽനാ
നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ, മാലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിവില്ലാത്തത്, ശക്തിയില്ലാത്തത് തരരുതേ, സഹിക്കാവുന്നതിലപ്പുറം നൽകിക്കൊണ്ട് പരീക്ഷിക്കരുത് റബ്ബേ. ആമന റസൂല ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആ രണ്ടായത്തുകൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനം വരുന്ന ആ രണ്ടായത്തുകൾ, അതിൽ ഈ കാര്യമുണ്ടല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ജഹ്ദുൽ ബലാ, ഏതൊക്കെ നമുക്ക് ബലാകളായിട്ട് വരുന്നോ അതൊക്കെ ഉൾപ്പെടും. ഈ പറഞ്ഞതൊക്കെ, ഇനി പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ ഇതിലൊക്കെ ഉൾപ്പെടുന്നവ തന്നെയാണ്. എന്നാലും അത് വേറെ വേറെ ഓരോന്നിൻ്റെയും ഗൗരവം നമ്മൾ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് വേറെ വേറെ തന്നെയായി പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ ദുആ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ. അർത്ഥവും ആശയവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് ചോദിക്കുന്നത് എന്താണ്? വദറകിശ് ഷഖാ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യം. ഷഖീയ്, സഈദ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം ഷഖീയ്, സഈദ്. ഷഖീയ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവൻ, സഈദ് നല്ല ഭാഗ്യവാൻ, സൗഭാഗ്യവാൻ. അപ്പൊ ഷഖാ ദൗർഭാഗ്യം. അപ്പൊ ദൗർഭാഗ്യത്തിൽ എത്തിപ്പെടുക, ദൗർഭാഗ്യം പിടികൂടുക, ഭാഗ്യക്കേട് സംഭവിക്കുക. റബ്ബേ അങ്ങനെ ഉണ്ടാവരുതേ, അതെന്നിൽ സംഭവിക്കരുതേ. അത് ദുന്യവിയായിട്ടും സംഭവിക്കാം, ഉഖറവിയായിട്ടും സംഭവിക്കും. ഒരു മനുഷ്യന് അവൻ്റെ ദീനിലും ദുർഭാഗ്യം സംഭവിക്കാം, ദൗർഭാഗ്യം സംഭവിക്കാം, അവൻ്റെ ദുന്യാവിലും ഭാഗ്യക്കേട് സംഭവിക്കാം. എല്ലാ അർത്ഥത്തിലും ദീനിലും ദുന്യാവിലും ഒരാൾ ഭാഗ്യം കെട്ടവനാവുക എന്നുള്ളത് വലിയ രൂപത്തിലുള്ളൊരു പരീക്ഷണമാണ്, വല്ലാത്തൊരു മുസീബത്താണ്. അതുകൊണ്ട് തന്നെ ഷഖിയായി മാറാൻ പാടില്ല, സഈദായി മാറണം, ഭാഗ്യവാനായി മാറണം. അപ്പം നമ്മൾ അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമ്മോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അപേക്ഷിക്കുന്നത് എന്താണ്? എൻ്റെ ഹൃദയം, അതുപോലെ തന്നെ എൻ്റെ ശരീരം, റബ്ബേ നിനക്ക് വെറുപ്പുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ. അതിലൂടെയാണല്ലോ ഒരാൾ ഭാഗ്യകെട്ടവനാകുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നോ അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അതൊരു തൗഫീഖാണ്. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഭാഗ്യവാനാണോ അല്ലേ എന്ന് നമ്മൾ സ്വന്തത്തെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഭാഗ്യവാനാണോ അല്ലേ എന്ന് ഞാൻ എന്നോടാ ചോദിക്കേണ്ടത്. എന്താണ് ഭാഗ്യവാനാവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു കൽപ്പിച്ച നിയമാവലികളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ സഈദാണ്, ഭാഗ്യവാനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഞാൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഭാഗ്യം കെട്ടവനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൗഭാഗ്യവാന്മാരൊക്കെ സ്വർഗത്തിലേക്ക് പോകും, എന്നാൽ ഭാഗ്യം കെട്ടവരോ അവർ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഷഖാ എന്ന് പറയുന്ന, ഭാഗ്യക്കേട് എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ സംഭവിക്കാം, ദുന്യാവിൽ സംഭവിക്കാം. ദീനിൽ സംഭവിക്കുന്ന ഭാഗ്യക്കേടാണ് ഏറ്റവും വലിയ ഭാഗ്യക്കേട്. തിന്മകളിലൂടെ മുന്നോട്ട് പോവുക, തിന്മകൾ ചെയ്താൽ കുറ്റബോധമില്ലാതിരിക്കുക, ചെയ്ത തിന്മകൾക്ക് ന്യായീകരണം കണ്ടെത്തുക, ആ തിന്മകളെ ന്യായീകരിച്ചുകൊണ്ട് അതൊന്നും തിന്മയല്ല എന്ന് വരുത്തി തീർക്കുക, ഇതൊക്കെ ഭാഗ്യക്കേടാണ്. മനുഷ്യരാണ്, അബദ്ധങ്ങൾ സംഭവിക്കും, പോരായ്മകൾ ഉണ്ടാകും, എല്ലാവരിലും അത് സംഭവിക്കും. പ്രവാചകന്മാർക്കാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്, കാവലുള്ളത്. മലായിക്കത്തുകൾക്ക് ആ നിലക്കുള്ള തിന്മകൾ ചെയ്യാൻ കഴിവുമില്ല. നമ്മൾ രണ്ട് വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തരാണ്. പാപങ്ങൾ സംഭവിക്കും, സംഭവിച്ചാൽ കുറ്റബോധത്തോടെ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ് വേണ്ടത്. റബ്ബ് പൊറുക്കും, ഗഫൂറാണവൻ, റഹീമാണവൻ. പക്ഷേ ഒരു തിന്മയെയും ന്യായീകരിക്കരുത്. ആ തിന്മയെ നമ്മൾ തിന്മയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണത്തിൻ്റെതായ വാചകങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കരുത്. അത് ഭാഗ്യം കെട്ടവരുടെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ദറകുശഖാ, ഭാഗ്യക്കേട് എത്തിപ്പെടുക എന്നുള്ള
ദുരന്തത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ ഭാഗ്യക്കേട് സംഭവിച്ച ആളുകൾ എന്ത് ചെയ്യും? തിന്മകളിൽ മുഴുകും. ദുന്യാവിൻ്റെതായ പളപളപ്പിലും ദുന്യാവിൻ്റെ എല്ലാവിധത്തിലുള്ള തോന്നിവാസങ്ങളിലും അതുപോലെ തന്നെ ആനന്ദങ്ങളിലും വിനോദങ്ങളിലും അതിലവനങ്ങനെ മുഴുകി അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ അവന് തൗഫീഖില്ലാതെ പോകും. ദീനിയായ ശരിയായ സൗഭാഗ്യത്തിൻ്റെ അവസ്ഥയിൽ എത്തുന്നതിൻ്റെ തൗഫീഖ് ആ മനുഷ്യനാണ് നഷ്ടപ്പെടും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം അതാണ് റബ്ബിനോട് നമ്മളത് തേടുന്നത്. ഇനി ഉഖ്റവിയായിട്ട് ഒരാൾ ശഖിയായാൽ എന്താ സംഭവിക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നരകമാണ്. ഇത് ദീനിയായിട്ട് സംഭവിക്കുന്ന ദൗർഭാഗ്യമാണ്. ദുന്യാവിൽ സംഭവിക്കുന്ന ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകും, പലപ്പോഴും പല കാര്യങ്ങളും ഉണ്ടാകും. അതും നമുക്ക് പലപ്പോഴും സഹിക്കാൻ കഴിയാതെയാകും. പക്ഷേ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ക്ഷമയോടെ സഹനത്തോടെ മുന്നോട്ട് പോവുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വ ദറകി ശഖാഇൽ എത്തിപ്പെടുന്നതില്ലെന്ന്, ഭാഗ്യക്കേട് എൻ്റെ ദീനിലും ദുന്യാവിലും സംഭവിക്കുന്നതില്ലെന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നബി തങ്ങൾ കാവൽ ചോദിക്കാൻ പറഞ്ഞത് വസൂഇൽ ഖദാ, ചീത്തയായ വിധത്തിലുള്ള വിധികൾ. നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഈ ചീത്തയായ കാര്യങ്ങളിലുള്ള വിധികൾ എന്ന് പറഞ്ഞാൽ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ഏത് കാര്യങ്ങളും അള്ളാഹുവാണ് വിധിക്കുന്നത്. പക്ഷേ നമുക്ക് ചില വിധികൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാക്കും, അത് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കും, മനസ്സ് വളരെ സംഘർഷഭരിതമാകും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെടുത്തും. അത് അങ്ങനെയാകുമ്പോൾ ആ വിധത്തിൽ സഹിക്കാനാവാതെ, റബ്ബിൻ്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടാനാവാതെ ക്ഷമയും സഹനവുമില്ലാത്ത ആളുകൾ ആത്മഹത്യയെ പ്രാപിക്കും. അവർ ജീവനൊടുക്കാൻ ശ്രമിക്കും. അതേ അവസരത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എല്ലാം ഖൈറാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചിലപ്പോൾ എന്തായി തോന്നും? നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വിധിയുടെ ഒരു തിന്മയുടെ ഭാഗമായിട്ട് നമുക്ക് കാണും. അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാൻ നോക്കുക. അള്ളാഹുവേ നിന്റെ കാവലുണ്ടാകണം. അങ്ങനെ എനിക്ക് തോന്നുന്ന ദുർവിധികളൊന്നും, എനിക്ക് യോജിക്കാത്ത നിലക്ക് എന്നെ പ്രയാസപ്പെടുത്തുന്ന വിധികളൊന്നും റബ്ബേ വരരുതേ. അങ്ങനെ വന്നാലോ പിന്നെ ക്ഷമിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണല്ലോ. ഖൈറും ഷർറും ഒക്കെ നമ്മുടെ അളവിൽ എന്താണോ റബ്ബിന്റെ തീരുമാനം, അതിൽ നമ്മൾ സഹിക്കുക, ക്ഷമിക്കുക. അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. റബ്ബിൻ്റെ തീരുമാനമെല്ലാം എനിക്ക് ഖൈറായി വരും. പക്ഷെ ഇപ്പോൾ എനിക്കത് ഷർറായിട്ട് തോന്നുന്നു. ആ സമയത്ത് നമുക്കത് വല്ലാത്ത മാനസികമായി നമ്മെ തളർത്തും, നമ്മെ അത് വല്ലാതെ ദുഃഖിപ്പിക്കും. അത്തരം ഘട്ടങ്ങളൊന്നും അങ്ങനെ വന്ന് മനസ്സ് വല്ലാതെ ടെൻഷനായി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യയിലേക്കൊക്കെ എത്തുന്ന അത്തരം അവസ്ഥകളൊന്നും വരാതെ നിന്റെ കാവലുണ്ടാകണം. അതേപോലെ തന്നെ സൂഉൽ ഖദാഇൽ വരുന്നൊരു കാര്യമാണ് നമുക്ക് പ്രതികൂലമായ വിധികൾ വരിക. കോടതിയിൽ നിന്നാവാം, അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാവാം. നമ്മൾ നിരപരാധിയായിരിക്കും. അറിയാതെ പൊടുന്നനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ നമ്മുടെ പേരിൽ വിധികൾ വരിക. നിരപരാധികൾ ജയിലിലടക്കപ്പെടുന്ന ലോകമാണിത്. നിരപരാധികളുടെ പേരിൽ കുറ്റം ചുമത്തപ്പെടുന്ന ലോകമാണിത്. അത്തരം ഒരു വിധികളൊക്കെ വന്നു കഴിയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അസഹ്യമായിരിക്കും, താങ്ങാനാവാത്തതായിരിക്കും. ആ നിലക്കുള്ള വിധികളും റബ്ബേ നിന്റെ തീരുമാനങ്ങളും നിന്റെ വിധികളും തൃപ്തിപ്പെടാനും അത് എനിക്ക് സഹിക്കാനാവാത്ത ഒരവസ്ഥ വരാതെയും, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള വിധികർത്താക്കളിൽ നിന്നുണ്ടാകുന്ന വിധികളും എനിക്ക് പ്രതികൂലമായി വരുന്ന ഒരവസ്ഥ വരാതെ നീ കാത്തുകൊള്ളണേ. എല്ലാ അർത്ഥത്തിലുമുള്ള വിധികൾ അതിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് സൂഉൽ ഖദാ. വിധിയിൽ വരുന്ന നമുക്ക് പ്രതികൂലമായി വരുന്ന കാര്യങ്ങൾ അല്ലാഹുവേ നീ അതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ വ ദറകിശ് ശഖാ വസൂഇൽ ഖദാ. റബ്ബിന്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ
അതിൽ നമുക്ക് സഹിക്കാനാവാത്ത കാര്യങ്ങൾ വരുമ്പോൾ റബ്ബേ അങ്ങനത്തെ ഒരു, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, റബ്ബേ താങ്ങാനാവാത്തത് തരരുതേന്ന്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഈ 4 കാര്യങ്ങളും ഒന്നൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. എല്ലാം ഒരേ കാര്യം മറ്റേ കാര്യത്തിലും ഉൾപ്പെടുന്നുണ്ട്, ആ കാര്യം ഇതിലും ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഒരു വിശദമായ നിലക്ക് നമ്മുടെ മനസ്സിൽ അത് രൂഢമൂലമാക്കി അതിൻ്റെ ഗൗരവം അറിഞ്ഞ് റബ്ബിനോട് നമ്മൾ തേടേണ്ടുന്നൊരു കാര്യമാണിത്. അതുകൊണ്ടാണല്ലോ അള്ളാഹിൻ്റെ റസൂൽ പ്രകാരം ഇത് പ്രാർത്ഥിച്ചിരുന്നു, ഈ പ്രാർത്ഥന അധികരിപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 4-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം എന്താണ്? വശമാത്തത്തിൽ അഅദാ, ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്നും. ശമാത്തത്തുൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കുക. അതെപ്പോഴാ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ നമ്മുടെ ശത്രുവായിട്ട് കാണേണ്ടത് എപ്പോഴാ? ഒരാൾക്ക് നമ്മളോട് ശത്രുത ഉണ്ടെങ്കിൽ അയാളിൽ കാണുന്ന ഒരു സ്വഭാവം എന്തായിരിക്കും എന്നറിയോ? എനിക്കെന്തെങ്കിലും നന്മയുണ്ടാകുന്നു എന്ന് കണ്ടാൽ അയാൾക്കത് സഹിക്കൂല. എനിക്കെന്തെങ്കിലും ആപത്തോ തിന്മയോ ബാധിച്ചോ അയാൾ വളരെ ഹാപ്പിയായി മാറും. അത് നമ്മുടെ ശത്രുവിനെ അങ്ങുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഏറ്റവും കഠിന ശത്രു വിശുദ്ധ ഖുർആൻ പറഞ്ഞ അദുവ്വുൻ മുബീൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ. തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അവനിൽ ഈ സ്വഭാവമാണുള്ളത്. നമ്മൾ നന്മ ചെയ്താൽ ശൈത്താന് വലിയ സങ്കടമാണ്. ശൈത്താന് ഒരിക്കലും, കാരണം അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നൊരു കാര്യമല്ലേ, അത് ശൈത്താന് വിഷമാണ്. നമ്മൾ തിന്മകൾ ചെയ്താലോ അപ്പം നമുക്ക് നരകാണല്ലോ കിട്ടുക, അപ്പം അത് ശൈത്താന് വളരെ സന്തോഷമാവും. അപ്പം നമുക്കൊരു നന്മയുണ്ടാകുന്നതിൽ അവന് ദുഃഖം, നമുക്കൊരു തിന്മയോ ആപത്തോ ബാധിക്കുന്നതിലോ അവന് വളരെ ഹാപ്പി. ഇതാണ് എല്ലാ ശത്രുക്കളുടെയും ടോപ്പ് ലീഡറായ ശത്രു. അള്ളാഹു നമ്മളോട് അദുവ്വുൻ മുബീൻ എന്ന് വിശേഷിപ്പിച്ച ശത്രുവിൻ്റെ കാര്യം അങ്ങനെയാണ്. നാളെ പരലോകത്തത് അവൻ പ്രകടമാക്കുകയും ചെയ്യും. അവൻ പറയും, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടല്ലേ ഉള്ളൂ, നിങ്ങളോട് ആരാ എൻ്റെ പിറകെ വരാൻ പറഞ്ഞത്? ഞാൻ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആരാ നിങ്ങളോട് എൻ്റെ പിറകെ വരാൻ പറഞ്ഞത്? നിങ്ങൾ അനുഭവിച്ചോ? നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അനുഭവിച്ചോ എന്നവൻ പറഞ്ഞു. തോളൊഴിയുന്ന രംഗമാണത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ശത്രുക്കൾ ആരാവട്ടെ, ശത്രുക്കൾ ഒരാൾ നമ്മെക്കുറിച്ച് സന്തോഷിക്കേണ്ടി വരുന്നൊരവസ്ഥ പടച്ച റബ്ബേ ഉണ്ടാകരുതേ. എനിക്കെന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്നറിഞ്ഞാൽ കൈകൊട്ടിച്ചിരിക്കാനിരിക്കുകയാണ് ഒരുപാട് ശത്രുക്കൾ. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും ശത്രുക്കൾ, ആരും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് നമ്മുടെ സ്വഭാവം മോശമായതൊന്നല്ല. മഹാരഥന്മാരായ പ്രവാചകന്മാരെക്കാൾ ഈ ലോകത്ത് വിശുദ്ധ ജീവിതം നയിച്ച മറ്റേത് വ്യക്തിത്വങ്ങളാ ഉള്ളത്? ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടായത് അവർക്കാണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ്വാനാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. എല്ലാ നബിമാർക്കും ശത്രുക്കളെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും, എല്ലാ നബിമാരോടും ശത്രുത വെച്ച് പുലർത്തിയവരുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും വിശ്വാസികൾക്കുമൊക്കെ എന്തെങ്കിലും ഒരു ഹസനത്ത് ബാധിച്ചാൽ വിശുദ്ധ ഖുർആനിൽ കാണാം, വഇൻ തുസിബ്ക ഹസനത്തുൻ തസുഉഹും. നിനക്ക് വല്ല നന്മയും ബാധിച്ചാൽ അത് അവരെ വല്ലാതെ വേദനിപ്പിക്കും. അതേ അവസരത്തിൽ നിനക്ക് വല്ല മുസീബത്തോ ആപത്തുകളോ ഒക്കെ ബാധിച്ചാലോ അവർ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും എന്നാണ്. ഞങ്ങളായിരുന്നും പെട്ടില്ലല്ലോ, ഞങ്ങളാദ്യേ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ പ്രിക്കോഷൻ എടുത്തു, മുൻകരുതലുകൾ എടുത്തു മാറി നിന്നു, ഇപ്പം കണ്ടില്ലേ അവർക്ക് പറ്റിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആർത്തിച്ചിരിക്കുന്ന സന്തോഷിക്കുന്ന ആളുകളായിരിക്കും. ശത്രു സന്തോഷം വലിയൊരാപത്താണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സഹോദരന്മാരായ പ്രവാചകന്മാരാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബിയെ പ്രതിനിധിയായി നിർത്തിക്കൊണ്ട് സീനാ പർവ്വതത്തിന്റെ സമീപത്തേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 40 ദിവസത്തോളമാണ് മൂസാ അലൈഹിസ്സലാം ബനൂ ഇസ്രായേല്യരുടെ ഇടയിൽ നിന്ന് ഹാറൂൻ അലൈഹിസ്സലാമിനെ അവരുടെ ഖലീഫയായി, നേതാവായി നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട്
അവരിൽ നിന്ന് വിട്ടുനിന്നത്. തിരിച്ചു വരുമ്പോഴേക്ക് ഈ 40 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്ക് താൻ ഏൽപ്പിച്ചു പോയ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിട്ടുണ്ട്? അവർ പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. അവരൊരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് പൂജിക്കുകയാണ്, ആരാധിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. അതിൽ പറയാൻ ഉദ്ദേശിച്ചൊരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. മൂസാ അലൈഹിസ്സലാം വന്നപ്പോൾ ഈ രംഗമാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കൂലേ? ഇത്രത്തോളം ചെങ്കടലൊക്കെ കടത്തി കൊണ്ടുവന്ന് എല്ലാ അർത്ഥത്തിലും തെർബിയത്ത് കൊടുത്ത് പഠിപ്പിച്ചൊരു സമൂഹം ഒരു 40 ദിവസം ഞാൻ വിട്ടുനിന്നപ്പോഴേക്ക് ഇവർ ഈ അവസ്ഥയിലേക്ക് എത്തിയല്ലോ. വല്ലാതെ സങ്കടപ്പെട്ടു, ദേഷ്യം പിടിച്ചു. ആ ദേഷ്യത്തിന്റെ പ്രകടനം കാണിച്ചത് ആരോടാണ്? നേതൃത്വം ഏൽപ്പിച്ചു പോയത് ഹാറൂൻ നബിയെയായിരുന്നു. ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ താടിക്ക് കടന്നു പിടിച്ചു. എന്തേ നീ നോക്കാതിരുന്നത്? എന്തേ നീ ശ്രദ്ധിച്ചില്ലേ? മഹാനവറുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് കഴിയാവുന്ന വിധത്തിൽ ആ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിരുന്നു. പക്ഷേ അവർ അദ്ദേഹത്തെ കൊന്നുകളയുമോ എന്ന് പേടിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിനെതിരെ തിരിയുകയാണ് ചെയ്തത്. അദ്ദേഹം മൗനം പാലിച്ചതല്ല, പറഞ്ഞു നോക്കിയിട്ടുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, മൂസാ അലൈഹിസ്സലാമിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഫലാ തുഷ്മിത് ബിയൽ അഅദാ. സഹോദരാ, ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കല്ലേ. മൂസാ നബിയോട് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. മൂസാ നബി അലൈഹിസ്സലാം വന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ശകാരിക്കുകയും ദേഷ്യം പിടിക്കുകയും ശരീരത്തിൽ കടന്ന് താടിക്ക് കടന്നു പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ലാ തഖുദ് ബിലിഹിയതി വലാ ബിറഅസി യബ്ന അഖി. എൻ്റെ സഹോദരാ, എൻ്റെ തലയും താടിയും പിടിക്കല്ലേ. ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഇവരെ ഉപദേശിച്ചിട്ടുണ്ട്, അവരെന്നെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാൻ പറയാഞ്ഞിട്ടല്ല. മാത്രല്ല, നിങ്ങൾ എന്നോട് ഇപ്രകാരം ഇങ്ങനെ ചെയ്താൽ ഈ ശത്രുക്കൾക്ക് നമ്മൾ തമ്മിൽ അടിയായി എന്നല്ലേ പറയാ. അത് അവര് സന്തോഷിക്കൂലേ? അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ എന്നോട് ഇടപെടല്ലേ. ഫലാ തുഷ്മിത് ബിയൽ അഅദാ. എന്നോടുള്ള ഈ ഇടപെടലുകൾ കാരണത്താൽ ശത്രുക്കൾക്ക് അങ്ങ് സന്തോഷത്തിന് വക കൊടുക്കരുതേ. അപ്പൊ ശത്രു സന്തോഷിക്കും. അങ്ങനെയാണ് ശത്രുക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എവിടെയാണ് എന്താ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വലിയ സന്തോഷമാകും. അത് വ്യക്തിക്കുണ്ടാകും. ഒരു വ്യക്തി, എനിക്കെന്തെങ്കിലും എന്നോടൊരു ശത്രുത വ്യക്തിപരമായിട്ട് ഒരാൾക്കുണ്ടോ, അയാൾക്കുണ്ടാകും. ഒരു കുടുംബത്തോട് ശത്രുത ഉണ്ടോ, അവർക്കുണ്ടാവും. ഒരു സമൂഹത്തോടുണ്ടോ, അവർക്കുണ്ടാകും. ഇങ്ങനെയൊക്കെ ഇതുണ്ടാവും. ഇതൊരു വല്ലാത്ത അസുഖമാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ ഇതിൽ നിന്ന് കാവൽ ചോദിച്ചത്. അപ്പൊ ശത്രുക്കളുടെ സന്തോഷം, ശത്രു സന്തോഷത്തിന്റെ അവസ്ഥ അതുണ്ടാവരുത് റബ്ബേ. ശത്രുക്കൾക്ക് സന്തോഷിക്കാവുന്ന ഒരു മുസീബത്തോ വലാവോ ഒന്നും എനിക്ക് ബാധിക്കരുത്. മാത്രല്ല, നമുക്കത് ഉണ്ടാവാനും പാടില്ല. ഒരു ശത്രു, ആ ശത്രു നമ്മളോട് ശത്രു ബോധിക്കുന്ന ഒരാളാണ്. അയാൾക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായപ്പോൾ നമ്മൾ സന്തോഷിക്കുക. അങ്ങനെ ആ വിധത്തിലുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് മനുഷ്യരിലുണ്ടാകുന്ന ചാപല്യങ്ങളെ അതൊക്കെ ആ വിധത്തിൽ സന്തോഷിക്കുക. മറ്റൊരാളിൽ ഉണ്ടാകുന്ന ആ വിധത്തിൽ ഏതെങ്കിലും ഒരു തിന്മകൾ സംഭവിച്ചു പോയെങ്കിൽ അതിൻ്റെ പേരിൽ അവന് സമൂഹമധ്യേ മുഴുവൻ അവഹേളിക്കുക, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവരോട് നസീഹത്തോടെ പറയുക, പറയേണ്ടവരോട് പറയുക, അത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. മനുഷ്യർ അവരുടേതായ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ആരിൽ നിന്നൊക്കെ സംഭവിച്ചാലും തൗബ ചെയ്താൽ റബ്ബ് പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശത്രുവിന് സന്തോഷമുണ്ടാക്കുന്നൊരവസ്ഥ റബ്ബേ, അത് നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ സന്തോഷിക്കുന്നവരുണ്ടാകും, സാമ്പത്തിക പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്നവരുണ്ടാകും, നമ്മുടേതായ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് ബാധിച്ചാൽ അതിൻ്റെയൊക്കെ കാരണത്താൽ സന്തോഷിക്കുന്നവരുണ്ടാകും. അങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. കാരണം ആ വ്യക്തികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിയിട്ട് ഏതൊരു കാര്യത്തിൽ നമ്മൾ സന്തോഷിച്ചോ ആ കാര്യം നമുക്ക് ബാധിച്ചുകൂടായികയുണ്ടോ? അതേ സംഗതി നമുക്ക് ബാധിച്ചുകൂടായികയുണ്ടോ? അതുകൊണ്ട് ആ നിലക്കുള്ള സ്വഭാവം ഉണ്ടാകരുത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബേ, അതിനുള്ളൊരവസരം എന്നിൽ ഉണ്ടാവുകയും ചെയ്യരുതേ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കരുതേ. ഈ 4 കാര്യങ്ങളും സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ദുആ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാ
വദറകി الشقاء وسوء القضاء وشماتة الأعداء. അദുവ്വുൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് അഅദാ. ഈ 4 കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കുവീൻ. ഇതാണ് ഈ ഹദീസിലുള്ളത്. തഅവ്വദൂ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കുവീൻ. മിൻ ജഹദിൽ ബലാഇ വദറകി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. റഹ്മാനായ റബ്ബ് ഈ വിധത്തിൽ വളരെ വിശാലമായ ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ അതിലുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതൊന്നും വിട്ടുപോകാതെ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വളരെ ഗൗരവതരമായ കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകളിൽ കൊണ്ടുവരിക. റബ്ബ് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന, ഉത്തരം കിട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.